എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ചർച്ച് മെക്കാനിസം, വിച്ച് മീൻസ് എങ്ങനെയാണ് ചർച്ച് മിഡീവൽ പീരീഡിൽ ഇംഗ്ലണ്ടിൽ ഫങ്ഷൻ ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ആൻഷ്യൻ പീരീഡിൽ തൊട്ട് റോം അഥവാ ഇറ്റലി വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യൻ റിലീജിയനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. റോം പലപ്പോഴായിട്ട് ഇൻവേഡ് ചെയ്ത പല രാജ്യങ്ങളിലേക്കും അവർ ഈ ഒരു ഒരു ബിലീഫ്, ഫെയ്ത്ത്, ഈ ഫെയ്ത്തിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനവർ പല രീതികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ, ചില സമയങ്ങളിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയിലൂടെ, ചില സമയങ്ങളിൽ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിലൂടെ, ആളുകളെ ആകർഷിച്ച് മതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ, ചില സമയങ്ങളിൽ ശക്തമായിട്ടുള്ള പെർസിക്യൂഷൻ, പീഡന നടപടികൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം, ആ വിശ്വാസം റോമിൽ നിന്ന് എങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ റോമൻ കോൺക്വസ്റ്റ് ചർച്ച ചെയ്ത സമയത്ത് റോമൻ രാജാക്കന്മാരൊക്കെ തന്നെ ക്രിസ്ത്യാനിറ്റി ഇംഗ്ലണ്ടിൽ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ഒരുപാട് പേരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. നോർമൻസ് ആയാലും ആംഗ്ലോ സാക്സൺസ് ആയാലും ഏർലി ഇൻഹബിറ്റൻസ് ഓഫ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന സെൽറ്റിക്സ് ആയാലും ഇബേറിയൻസ് ആയാലും എല്ലാവരും പുതിയതായിട്ട് വന്ന ഈ മതത്തെ ഇഷ്ടപ്പെടുകയും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ സഭ പല രാജ്യങ്ങൾ കടന്ന് അതിൻ്റെ പ്രവർത്തന മേഖല വളരെയധികം ഇലാബറേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് വന്ന ഇംഗ്ലണ്ടിൽ നോർമൻസിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരീഡിൽ തന്നെ ആൽഫ്രഡ് മുതൽ അങ്ങോട്ട് എല്ലാ രാജാക്കന്മാരും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുകയും അവരുടെ പിന്തുടർച്ചക്കാരെ പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ കോമൺ പീപ്പിളിനോട് ക്രിസ്ത്യാനിറ്റി മതമായിട്ട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചിന് ഇംഗ്ലണ്ടിൽ കിട്ടിയ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയൊരു ക്യാൻവാസിൽ അതിനെ ഒതുക്കാനായിട്ട് പറ്റില്ല. ഇമ്മെഷറബിളാണ്. അത്രമേൽ ഹ്യൂജായിട്ടുള്ള ഇമ്പാക്റ്റാണ് ക്രിസ്ത്യാനിറ്റി എന്ന മതം ഇംഗ്ലണ്ടിന് മേൽ ചൊലുത്തിയത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചർച്ചിൻ്റെ പ്രവർത്തനം, എങ്ങനെ ചർച്ച് ഇംഗ്ലണ്ടിൽ ഇത്രമേൽ പ്രാധാന്യം നേടിയെടുത്തു എന്നുള്ളത് ആണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ കാണുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് എന്തുകൊണ്ട് സഭയും ഇംഗ്ലണ്ടും രണ്ട് തട്ടിലായി. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഇംഗ്ലണ്ടിൻ്റെ ചർച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ആംഗ്ലിക്കൻ സ്വഭാവമുള്ള ഒരു ചർച്ചല്ല. ആംഗ്ലിക്കൻ ചർച്ച് വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം നിൽക്കുന്നത് പോപ്പിന് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന, എന്നാൽ കാൻറ്റംപററി ആർച്ച് ബിഷപ്പിന് പ്രാധാന്യം ലഭിക്കുന്ന ഒരു ചർച്ച് സിസ്റ്റം. എന്നാൽ ഇനി അങ്ങോട്ട് ചർച്ച് വേറെ വഴിക്കും, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചർച്ച് വേറെ വഴിക്കും പോകും. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം എന്ന് നമ്മൾ വിളിക്കുന്നത്.
അപ്പോൾ ആ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം എങ്ങനെ വളർന്നു വന്നു എന്നും എന്തുകൊണ്ട് സഭ സ്പ്ലിറ്റായി എന്നുള്ളതുമാണ് നമ്മൾ അതിന് തുടക്കം കുറിച്ച രാജാവും സഭയും തമ്മിലുള്ള ബേസിക് ഇഷ്യൂ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ബാക്കി സ്പ്ലിറ്റപ്പിലേക്കൊക്കെ നമ്മൾ പിന്നീടാണ് പോകുന്നത്. അതിനു മുൻപ് നമുക്ക് ചർച്ചിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, എങ്ങനെ ചർച്ച് ഫങ്ഷൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചർച്ച് മെക്കാനിസം 313 കോൺസ്റ്റന്റൈൻ പ്രാക്ടീസ് ഫ്രീലി എന്ന് എഴുതിയിട്ടുണ്ട്. 313 വെറും 313 വർഷത്തിൽ റോമിൻ്റെ ചക്രവർത്തിയായിരുന്നു കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ അത്രമേൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരു റൂളറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരിക്കുന്ന റോമിൽ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ട് ശക്തമായിട്ടുള്ള രീതിയിൽ മതം റോമിൽ നടപ്പിലാക്കാൻ കോൺസ്റ്റന്റൈൻ തീരുമാനിച്ചു. അതിനുവേണ്ടി മതപീഡനങ്ങൾ അദ്ദേഹം ഒരുപാട് നടത്തി. ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കാത്തവർക്ക് രൂക്ഷമായിട്ടുള്ള മതപീഡനം ഏൽക്കേണ്ടതായിട്ട് വരും. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആയാൽ അവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജുകൾ കിട്ടാൻ തുടങ്ങി. സ്റ്റേറ്റ് ഓഫർ ചെയ്യുന്ന പലതരം പ്രോഗ്രാമുകൾ, പലതരം ഇളവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ചർച്ചിൽ വിശ്വസിക്കുന്നവർക്ക് നേട്ടമുണ്ടാക്കാനുള്ള സാഹചര്യം കോൺസ്റ്റന്റൈൻ 313 ഒരുക്കി കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഒരു ഡിക്രി പാസ്സാക്കി. ഡിക്രി മീൻസ് ഒരു വിളംബരം പാസ്സാക്കി. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ആരൊക്കെയാണ് ദോസ് ഹു ബിലീവ്ഡ് ഇൻ ദ ക്രിസ്ത്യാനിറ്റി ദേ ക്യാൻ ഫ്രീലി പ്രാക്ടീസ് ദയർ റിലീജിയൻ ഇൻ റോം. അവർക്ക് മാത്രം, ആരാണ് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവർ, ആ ക്രിസ്ത്യാനിറ്റിയെ വിശ്വസിക്കുന്നവർക്ക് മാത്രം റോമിൽ ഫ്രീലി പ്രാക്ടീസ് ചെയ്യാം സ്വന്തം മതം. അതിനർത്ഥം എന്താ? ബാക്കി മതങ്ങളൊന്നും ഫ്രീലി പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ അണ്ടർസ്റ്റുഡ് ആണ്, പറയാതെ തന്നെ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ദെൻ 395 ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് റോം. റോമൻ എംപയറിൻ്റെ, ഹോളി റോമൻ എംപയറിൻ്റെ അടിസ്ഥാന മതമായിട്ട്, ഒഫീഷ്യൽ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ പ്രഖ്യാപിക്കുന്നു 395. വർഷം 1600 പിന്നിലാട്ടോ പറയുന്നത്. 1600 വർഷങ്ങൾക്ക് മുൻപേ ക്രിസ്ത്യാനിറ്റിയെ റോമൻ എംപയറിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള 5th സെഞ്ച്വറി 6th സെഞ്ച്വറി ഒക്കെ അറിയപ്പെട്ടിരുന്നത് ദി ഏജ് ഓഫ് ഫെയ്ത്ത് എന്നാണ്, വിശ്വാസത്തിൻ്റെ കാലഘട്ടം. എന്താ വിശ്വാസത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടാൻ കാരണം? ഇവർ ഈ വിശ്വാസം, ക്രിസ്തു എന്ന വ്യക്തിയിലുള്ള വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളിലൂടെ, എഡ്യൂക്കേഷൻ നൽകുന്നതിലൂടെ, ലിറ്ററസി നൽകുന്നതിലൂടെ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ ഈ വിശ്വാസത്തെയാണ് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തത്. അതുകൊണ്ട് ആൾക്കാർ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായി. ദെൻ എല്ലാ വില്ലേജിലും ടൗണിലും ഓരോ ചർച്ച് ബിൽഡിംഗ് വീതം ഒരു ചർച്ചെങ്കിലും ഉണ്ടായിരിക്കും. വലിയ സിറ്റീസ് ആണെങ്കിൽ അവിടെ ഒരു കത്തീഡ്രൽ പള്ളി ഉണ്ടായിരിക്കും. കത്തീഡ്രൽ എന്താ? മെത്രാൻ താമസിക്കുന്ന മെത്രാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചർച്ചാണ് കത്തീഡ്രൽ. ലൂർദ് കത്തീഡ്രൽ എന്നൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു പള്ളിയുണ്ട്. അപ്പം അത് ഇത്തിരി കൂടി ഹയറാർക്കിക്കൽ ഓർഡറിൽ അല്പം മുകളിൽ നിൽക്കുന്ന മെത്രാന്മാർക്കുള്ള സ്ഥലമാണ് കത്തീഡ്രൽ. രണ്ടാമത്തത്, ആ കാലഘട്ടത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു ചർച്ച് ബെൽ, പള്ളിമണികൾ. ഇന്നുണ്ട് പള്ളിമണികൾ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ടൈമിങ്ങുകൾ, അവരുടെ ആരാധനാക്രമത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഓർമ്മിപ്പിക്കാൻ. ഇപ്പോൾ മുസ്ലിം പള്ളികളിലൊക്കെ ബാങ്ക് വിളിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്?
നിസ്കാരത്തിൻ്റെ സമയം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബാങ്ക് വിളിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സമയം നിസ്കരിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ചർച്ചിലെ പ്രധാനപ്പെട്ട റിച്വൽസ് നടക്കുന്ന സമയങ്ങളിൽ, പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ ചർച്ച് ബെല്ലടിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, അപായ സൂചനകൾ കൊടുക്കാനും ചർച്ച് ബെല്ലടിക്കാറുണ്ട്. പിന്നെ പറയുന്നു, ഓൾ ആക്ടിവിറ്റീസ്, പബ്ലിക് മീറ്റിംഗ്, എൻ്റർടൈൻമെൻറ്റ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള എല്ലാ മീറ്റിംഗ്സും, ഓൾ ആക്ടിവിറ്റീസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ചർച്ച്. മിഡീവൽ പീരീഡിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ദെൻ സ്ക്വയർ എന്ന് പറയുന്നത് പള്ളിമുറ്റം എന്ന് പറയുമല്ലോ നമ്മൾ. പള്ളിക്ക് മുൻപിലൊരു സ്ക്വയർ ഉണ്ടായിരിക്കും. ഈ സ്ക്വയറിന് ഇക്കണോമിക് പവറിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് വളരെയധികമുള്ള പ്രാധാന്യം? ഫാർമേഴ്സ് ആയിട്ടുള്ളവർ അവരുടെ പ്രോഡക്ട്സ് വിൽക്കാനും, മെർച്ചൻസ് കച്ചവടം നടത്താനും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഏരിയയാണ് ഈ സ്ക്വയർ. അവിടെയാണ് അവരുടെ ഇക്കണോമിക്കൽ നീഡ്സ് മുഴുവൻ ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പതുക്കെ പതുക്കെ ചർച്ച് ഇക്കണോമിക്കൽ പവറായിട്ട് മാറാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ, പണമുള്ള പൈസക്കാരായിട്ടുള്ളവർ ഗിഫ്റ്റായിട്ട് ചർച്ചിന് സ്ഥലം കൊടുക്കാനായിട്ട് തുടങ്ങി. ലാൻഡ് പതിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത്ര രൂപ ഓഫർ ചെയ്യുക. ഏതെങ്കിലും ഒരു മാനറിലെ ലാൻഡ് ലോഡിന് ഒരുപാട് നേട്ടം ഉണ്ടാകുമ്പോൾ ഒരു 10,000 രൂപ ചർച്ചിന് ഞാൻ സംഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ 100 ഏക്കറിൽ നിന്ന് 10 ഏക്കർ ചർച്ചിന് വിട്ടുകൊടുക്കുന്നു. അപ്പം ചർച്ച് ഇക്കണോമിക്കലി സെൽഫ് സഫീഷ്യൻ്റ് ആവാനായിട്ട് തുടങ്ങി. ദെൻ ടിത്ത് എന്ന പേരിൽ ഒരു പുതിയ ടാക്സ് കൂടി ജനങ്ങളിൽ നിന്ന് ഈടാക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഫോർ ദ വെൽഫെയർ ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി മിഡീവൽ ചർച്ച്. ഈ ടിത്തില് 1/10 ഓഫ് ദി ടോട്ടൽ റവന്യൂ ഓഫ് എ പേഴ്സൺ ഹാസ് ബീൻ പെയ്ഡ് ആസ് എ ടിത്ത് ടാക്സ് ടുവേർഡ്സ് ദ ഫങ്ഷനിങ് ഓഫ് മിഡീവൽ ചർച്ച്. എനിക്ക് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 10 രൂപ ഞാൻ ടിത്തായിട്ട് ചർച്ചിന് കൊടുക്കണം. 100 രൂപ ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് ഫൈനായിട്ടും പെനാൽറ്റി ആയിട്ടും മറ്റ് ഓഫറിങ്സ് ആയിട്ടും ഞാൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഓൾറെഡി ലാൻഡ് ലോഡിന് ഒരു 50 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് 10 രൂപ ഞാൻ ടിത്തായിട്ട് ചർച്ചിന് കൊടുക്കണം, ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ. അത് കഴിഞ്ഞിട്ടുള്ള 40 രൂപ കൊണ്ട് വേണം ഞാൻ എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ നോക്കാൻ. അതുകൊണ്ടൊക്കെയാണ് മാനോറിയലിസവും ഫ്യൂഡലിസവും ഒക്കെ അവസാനിക്കാനായിട്ട് കാരണമായത്. നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിൽ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം. Church mechanism. In the previous chapter, you have learned about the advent of the Christianity in England. Now let us explore the influence of the Roman Catholic Church during the Middle Age in Western Europe. അപ്പോൾ നിങ്ങൾ മുൻപേ കേട്ടിട്ടുള്ളതാണ് ക്രിസ്ത്യാനിറ്റി ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന, യൂറോപ്പിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അതിൽ വെസ്റ്റേൺ യൂറോപ്പിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. Initially, the Romans persecuted Christians for their belief, but it continued to spread. In 313 Christian era, Roman Emperor Constantine issued a decree that allowed Christians to practice their religion freely. ആണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. 313 കോൺസ്റ്റന്റൈൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഗ്രി പാസ്സാക്കി. അതിലൂടെ പ്രാക്ടീസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഹാസ് ബീൻ അനൗൺസ്ഡ് കംപ്ലീറ്റ്ലി ഫ്രീ. ആർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് സ്വതന്ത്രമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലെ മതവിശ്വാസം പ്രാക്ടീസ് ചെയ്യാം. ഇൻ 395 Christian era, Christianity became recognized religion of the Roman Empire. Christianity became so widespread during the Middle Ages that historians sometimes called this period as the Age of Faith. മിഡീവൽ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനിറ്റി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഫ്രാൻസിലും
എല്ലാ രാജ്യങ്ങളിലും പടർന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തെ പല ഹിസ്റ്റോറിയൻസും വിളിച്ചിരുന്ന പേരാണ് വിശ്വാസ കാലഘട്ടം അഥവാ ഏജ് ഓഫ് ഫെയ്ത്ത് എന്ന്. The church was the center of medieval life in Western Europe. Almost every village and town had a church building. Larger towns and cities had a cathedral. Church bells rang out the hours, called people to worship, and warned of danger. അപ്പോൾ മിഡീവൽ പീരീഡിൽ ചർച്ച് എന്ന് പറയുന്നത് എല്ലാ വില്ലേജിലും എല്ലാ ടൗണിലും ഒരു ചർച്ച് ബിൽഡിംഗ് വീതമെങ്കിലും, വലിയ ടൗണുകളിൽ അല്ലെങ്കിൽ സിറ്റീസ് എന്ന് വിളിക്കപ്പെടാവുന്ന അത്ര വലിപ്പമുള്ള ടൗണുകളിൽ ഒരു കത്തീഡ്രൽ പള്ളിയും നിർബന്ധമായിട്ടും ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമായിട്ട് ഉണ്ടായിരുന്നു. ചർച്ച് ബെല്ലിനെ സംബന്ധിച്ചിടത്തോളം പള്ളിമണി അടിക്കുന്നത് സമയം അറിയിക്കാനും ഓരോ സമയം അല്ലെങ്കിൽ ഓരോ ടൈമിൽ ഏത് വർഷിപ്പ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ചർച്ച് ബെല്ലുകൾ അടിച്ചിരുന്നത്. ഒപ്പം തന്നെ ചർച്ച് ബെല്ലിൻ്റെ മറ്റൊരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ചർച്ച് ബെൽ അവർക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള വാർണിംഗ് കൊടുക്കേണ്ട സാഹചര്യങ്ങളിലും പള്ളിമണികൾ അടിക്കാറുണ്ട്. The church building was the center of the community activities. Religious services were held several times a day. ഒരു ദിവസത്തിൽ പലതവണ റിലീജിയസ് സർവീസുകൾ ഉണ്ടായിരിക്കും. പ്രാർത്ഥനയായിട്ടും കുർബാനയായിട്ടും പല രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ടായിരിക്കും. Merchants had shops around the square in front of the church. Farmers sold their produce in the square. Markets, festivals and fairs were all held in the shadow of the church spires. ചർച്ചിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ചർച്ചിനോട് ചേർന്നിട്ടുള്ള വലിയ ടവേഴ്സിൻ്റെ നിഴലിലാണ് അല്ലെങ്കിൽ അതിൻ്റെ മുൻപിലാണ്, അതിൻ്റെ തണലിലാണ് എല്ലാ പ്രധാനപ്പെട്ട കച്ചവടങ്ങളും ഫെസ്റ്റിവലുകളും എല്ലാം നടക്കുന്നത്. അതിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പള്ളിപ്പെരുന്നാളുകൾക്ക് പോയി കഴിഞ്ഞാൽ പള്ളികളുടെ മുൻപിൽ വള, പൊട്ട്, കൺമഷി, കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരെ കാണാം. അതൊരു മിഡീവൽ ഏജിൻ്റെ ഒരു റീപ്രൊഡ്യൂസിങ്ങിൻ്റെ അല്ലെങ്കിൽ റീക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ളതാണ്. During the Middle Ages, the church acquired great economic power. By the year 1050, church was the largest landholder in Europe. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനിറ്റിക്കാന്ന് യാതൊരു തടസ്സമില്ലാതെ പറയാൻ പറ്റി. 1050 ആകുമ്പോഴേക്കും 395 റോമൻസിൻ്റെ ഒഫീഷ്യൽ മതമായിട്ട് പ്രഖ്യാപിച്ച ഒരു മതം 650 വർഷം കൊണ്ട് പടർന്ന് പന്തലിച്ച് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറി. സം ലാൻഡ് കെയിം ഇൻ ഫോം ഓഫ് ഗിഫ്റ്റ് ഫ്രം ദി മൊണാക്സ് ഓർ ദി വെൽത്തി ലോർഡ്സ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ആളുകൾ, രാജാക്കന്മാർ, ഭരണാധികാരികൾ ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു ഉപഹാരം എന്ന രീതിയിൽ സമർപ്പിക്കും. ദ മിഡീവൽ ചർച്ച് ആഡഡ് ടു ഇറ്റ്സ് വെൽത്ത് ബൈ കളക്ടിങ് എ ടാക്സ് കോൾഡ് ടിത്ത്. Each person was expected to give 1/10 of his money, produce or labor to help support the church. The church also came a wild, great political power. The increasing influence of church brought into conflict with English monarchs. One key struggle involved in the medieval England between Henry II and Thomas Becket, the Archbishop of Canterbury. ചർച്ച് പതുക്കെ ടിത്ത് മേടിച്ചും ഗിഫ്റ്റ് മേടിച്ചും ഇംഗ്ലണ്ടിലെന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ തുടങ്ങി. സാമ്പത്തിക ശക്തി ആവുന്നതിനോടൊപ്പം തന്നെ അവരൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള റിലീജിയനായിട്ടും കൂടി മാറാൻ തുടങ്ങി. അത്തരത്തിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇംഗ്ലണ്ടിലെ ചില രാജാക്കന്മാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല, പ്രത്യേകിച്ച് ഹെൻറി സെക്കൻഡിന്. അങ്ങനെ ഹെൻറി സെക്കൻഡും തോമസ് ബെക്കറ്റ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കാൻറ്റംബററി ആർച്ച് ബിഷപ്പിനാണ് ഇംഗ്ലണ്ടിലെ സഭയുടെ മൊത്തം അധികാരമുള്ളത്. അയാൾ പോപ്പിന് കീഴിൽ തന്നെയാണ്, പക്ഷേ അയാൾക്കാണ് ഇംഗ്ലണ്ടിലെ ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം.
ഈ തോമസ് ബക്കറ്റും ഈ പറയുന്ന ഹെൻറി സെക്കൻഡും തമ്മിൽ ഒടക്കുന്നതാണ് ആദ്യത്തെ സ്ട്രഗിൾ ബിറ്റ്വീൻ കിങ് ആൻഡ് ദി ചർച്ച്. ആ ടോപ്പിക്കാണ് ഇനി നമ്മൾ അടുത്തത് ചർച്ച ചെയ്യുന്നത്. തോമസ് ബക്കറ്റ് ആൻഡ് ഹെൻറി സെക്കൻഡ്, ചർച്ച് വേഴ്സസ് മൊണാർക്ക്. As we know, the church in the Middle Ages had huge power over people's life and monarchs as well as. നമുക്കറിയാവുന്ന പോലെ തന്നെ മിഡീവൽ പീരീഡിലെ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ജീവിതത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈവൻ രാജാക്കന്മാരുടെ കാര്യങ്ങളിൽ പോലും ഇടപെടാൻ തക്കതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. The Pope claimed authority over all kings and bishops. പോപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ക്രിസ്ത്യാനിറ്റിയുടെ മാർപ്പാപ്പ എന്ന് വിളിക്കുന്ന വ്യക്തിയെയാണ് പോപ്പ് എന്ന് പറയുന്നത്. ഓൾ അതോറിറ്റി ഓവർ ദി കിങ്സ് ആൻഡ് ദ മൊണാർക്സ് ഇൻ ഓൾ ഓവർ ദി വേൾഡ്. എല്ലാ രാജാക്കന്മാരുടെയും എല്ലാ ഭരണാധികാരികളുടെയും അധിപനായിട്ട് ആരെ നിയമിച്ചു നോക്കാണ്? ബിഷപ്പുമാരുടെ അധിപൻ, രാജാക്കന്മാരുടെ അധിപൻ, എല്ലാറ്റിൻ്റെയും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് പോപ്പാണ്. കാരണം പോപ്പ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള പോപ്പിനെ അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിനെ നിഷേധിക്കുക എന്നാണ്. അത്തരത്തിലൊരു ദൈവനിഷേധം സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിന് ഭാഗമാവാൻ ഒരു രാജാവും താല്പര്യപ്പെടുന്നില്ല, ഒരു പ്രജകളും താല്പര്യപ്പെടുന്നില്ല. ഇഫ് എ ക്ലറിക് വാസ് അക്യൂസ്ഡ് ഓഫ് എ ക്രൈം, he was not tried the king's court. Instead, he was tried in a church court where the punishment were not so strict. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവിടെ നിലനിന്നിരുന്നത്. ഒരു പന്തിയിൽ രണ്ട് വിളമ്പൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേ രീതിയിലുള്ള പരിപാടിയാണ് ഇംഗ്ലണ്ടിൽ നടക്കുന്നത്. ചർച്ചിൻ്റെ കീഴിൽ ഒരു കോർട്ട്, രാജാവിൻ്റെ കീഴിൽ വേറൊരു കോർട്ട്. ഒരു സാധാരണ വ്യക്തി ഒരു സെർവ് ആണെങ്കിൽ, ഒരു വിലയിനാണെങ്കിൽ, അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ അയാളെ ട്രയൽ ചെയ്യുന്നത് കിങ്സ് കോർട്ടിലാണ്. ചർച്ച് കോർട്ട്, കിങ് കോർട്ട്. നേരെ മറിച്ച് ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചർച്ചിലെ കൈക്കാരൻ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്ന, കണക്കെഴുതുന്ന കണക്കപ്പിള്ള, ചർച്ചിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, ചർച്ചിൻ്റെ ലോയർ, ഇങ്ങനെ തുടങ്ങി ചർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ജോലി ചെയ്താലും അവരെ വിളിക്കുന്ന പേരാണ് ക്ലർക്ക്, ക്ലറിക്. ഇവരെ മൊത്തത്തിൽ വിളിക്കാറുള്ളത് ക്ലർജി എന്നാണ്, ക്ലർജി പീപ്പിൾ. ഈ ക്ലറിക് പീപ്പിൾസിൽ ആരെങ്കിലും ഒരാളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അയാളെ നേരെ കിങ്ങിൻ്റെ കോർട്ടിലേക്ക് വിടില്ല. കാരണം അറിയാം, കിങ്ങിൻ്റെ കോർട്ടിൽ പോയാൽ ശിക്ഷാ നടപടികൾ കൂടുതലാകുമെന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ട്രയൽ നടത്താൻ സ്പെഷ്യൽ ചർച്ച് കോർട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അച്ഛന്മാരും മെത്രാനും മാർപ്പാപ്പയൊക്കെ കൂടിയിട്ട് തന്നെയാണ് ശിക്ഷണ നടപടികൾ നടപ്പിലാക്കുന്നത്. അപ്പം ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ രീതിയിലുള്ളൊരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരില്ല. അത്തരത്തിലൊരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരാത്തത് കൊണ്ട് തന്നെ സാധാരണക്കാരും ക്ലറിക്സും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവാനായിട്ട് അത് കാരണമാണ്. കാരണം സാധാരണക്കാരൻ തെറ്റ് ചെയ്ത കിങ്ങിൻ്റെ കോർട്ടിലാണ് വിചാരണ. അവിടെ നിന്ന് വലിയ വലിയ ശിക്ഷയൊക്കെ കിട്ടുക, വലിയ ഹ്യൂജ് എമൗണ്ട് പെനൽറ്റി ഒക്കെ അടയ്ക്കേണ്ടി വരും. അതേസമയം ഒരു ക്ലർക്ക് പോസ്റ്റിലിരിക്കുന്ന വ്യക്തി അതേ തെറ്റ് ചെയ്താൽ അയാളെ ചർച്ച് കോർട്ട് വിചാരണ ചെയ്ത് അത് സാരമൊന്നുമില്ല, അയാളോട് ഒരു സോറി പറഞ്ഞിട്ട് പൊക്കോ, അല്ലെങ്കിൽ ഒരു 20 രൂപ അയാൾക്ക് കൊടുത്തിട്ട് പോയിക്കോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള വളരെ നിസ്സാരമായിട്ടുള്ള, നിസ്സാരം എന്നല്ല, ശിക്ഷ എന്ന് തന്നെ പറയാൻ കഴിയാത്തക്ക രീതിയിലുള്ള ശിക്ഷണ നടപടികളാണ് ചർച്ച് കോർട്ട് കൊടുത്തിരുന്നത്. അപ്പം ഇത് കിങ്ങും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒപ്പം തന്നെ സാധാരണ ജനങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായി. കാരണം ഒരു രാജ്യത്ത് തന്നെ
രണ്ട് രീതിയിലാണ് നീതി നടപ്പിലാക്കുന്നത്. അപ്പൊ ഈ ഒരു വലിയ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. The church stood outside royal jurisdiction and defied the king in many ways. ചർച്ചിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കിങ്ങിന്റെ അധികാര പരിധിക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ചർച്ച്. അതുകൊണ്ട് തന്നെ കിങ്ങിനെ പല രീതിയിലും മറികടക്കാനുള്ള ശ്രമം, കിങ്ങിന്റെ അധികാരത്തിനേക്കാൾ മുകളിൽ വരാനുള്ള ശ്രമം പലപ്പോഴും ചർച്ച് നടത്തിക്കൊണ്ടിരുന്നു, കിങ് അറിഞ്ഞും അറിയാതെയും. This situation created a long-lasting quarrel between church and the state in medieval England. ഈ കാരണമാണ് ചർച്ചും മൊണാർക്കും എന്ന് വെച്ചാൽ ആരാ? രാജാവാണ് കേട്ടോ. മൊണാർക്കി എന്ന് വെച്ചാൽ രാജഭരണം എന്നാണ് അർത്ഥം. പിന്തുടർച്ചാ അവകാശത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് അധികാരം സംരക്ഷിക്കപ്പെടുന്ന രീതിയാണ് മൊണാർക്കി എന്ന് പറയുന്നത്. മൊണാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാധിപതിക്ക് വേറെയും വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷെ മൊണാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ പദവിയിലിരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. സോ ചർച്ചും മൊണാർക്കും തമ്മിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവാനുണ്ടായ പ്രധാന കാരണം ഈ രണ്ട് കോർട്ടുകളുടെ പ്രവർത്തനമാണ്. ഈ ചർച്ച് കോർട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എക്ലീസിയാസ്റ്റിക്കൽ കോർട്ട്. ഈ എക്ലീസിയാസ്റ്റിക്കൽ കോർട്ടില് ക്ലറിക്കൽ പോസ്റ്റിലുള്ളവർക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ കുറ്റങ്ങൾക്ക് ചെറിയ ശിക്ഷയും, കിങ്ങിന്റെ കോർട്ടിൽ സാധാരണക്കാർക്ക് കടുത്ത ശിക്ഷണ നടപടികളും നേരിടേണ്ടതായിട്ട് വന്നു തുടങ്ങി. എസ്പെഷ്യലി ഡ്യൂറിങ് ദ ടൈം ഓഫ് ഹെൻറി സെക്കൻഡ്. അപ്പോൾ മിഡീവൽ പീരീഡിൽ ചർച്ചും മൊണാർക്കും തമ്മിൽ എപ്പോഴും അടിയാണ് ഇംഗ്ലണ്ടിൽ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അടി നടക്കുന്നത് ഹെൻറി സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ്. Henry II was not ready to accept decrees of church. Henry II strongly believed that the church and clergy should be subject to same standards of law and justice as everyone else. ഹെൻറി സെക്കൻഡ് വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ചർച്ചിന് മാത്രമായിട്ട് ഇവിടെ പ്രത്യേകതയൊന്നുമില്ല. സാധാരണ ജനങ്ങൾക്ക് ഏത് ശിക്ഷ നടപ്പിലാക്കുന്നോ, ഏത് നിയമം അനുസരിച്ച് അവരുടെ ശിക്ഷണ നടപടികൾ നടപ്പിലാക്കുന്നോ അതേ രീതിയിൽ തന്നെ വേണം ക്ലറിക്സിന്റെ കാര്യവും പരിഗണിക്കാൻ. ക്ലറിക്സിന് എന്താണ് പ്രത്യേകതയുള്ളത്? ഹെൻറി സെക്കൻഡ് വളരെ ശക്തമായിട്ട് ചോദിച്ച ചോദ്യമാണ്. എന്തിനു വേണ്ടി ക്ലറിക്കൽ പോസ്റ്റിലിരിക്കുന്ന ആളുടെ ക്രിമിനൽ ഒഫൻസ് എക്ലീസിയാസ്റ്റിക്കൽ കോർട്ട് ചർച്ച ചെയ്യുന്നു? ഇവിടെ കിങ് കോർട്ട് ഉണ്ട്, ആ കോർട്ട് തന്നെ ചർച്ച ചെയ്യട്ടെന്നേ. അവിടെ വിചാരണ നടത്തി അവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ നീതിന്യായ വ്യവസ്ഥിതികൾ എങ്ങനെ നടപ്പിലാകുന്നോ അതേ രീതിയിൽ തന്നെ വേണം ക്ലറിക്കൽ പോസ്റ്റിലുള്ളവരുടെ വിചാരണയും നടപ്പിലാക്കാൻ. ഇൻ 1164 he introduced the Constitution of Clarendon, a code of 16 rules designed to increase the king's influence over the bishops and the church court. അദ്ദേഹം 1164 ഹെൻറി സെക്കൻഡ് പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമസംഹിത കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരൻഡൺ. ക്ലാരൻഡോൺ പ്രകാരം 16 റൂൾസാണ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 16 റൂൾസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിങ്ങിനേക്കാൾ മുകളിലല്ല ചർച്ച് കോർട്ട്. ചർച്ച് കോർട്ടിൻ്റെ അധികാരങ്ങൾ കിങ് കോർട്ടിൻ്റെ താഴെ നിൽക്കത്തുള്ളൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 16 റൂൾസ് അടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരൻഡൺ എന്ന പേരിൽ ഒരു പുതിയ നിയമ സംഹിത, ഒരു പുതിയ ഉടമ്പടി അദ്ദേഹം തയ്യാറാക്കിയത്. അപ്പൊ ചർച്ചിന്റെ കീഴിൽ വരുന്ന കംപ്ലൈൻസും കിങ്ങിന്റെ കീഴിൽ വരുന്ന കംപ്ലൈൻസും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കിങ്ങിന്റെ കോർട്ടിലാണെന്ന് ഈ നിയമത്തിലൂടെ അദ്ദേഹം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു. ഹെൻറി ഡിമാൻഡഡ് ദാറ്റ് ഇഫ് ദ ചർച്ച് കോർട്ട് ഫൗണ്ട് എ ക്ലറിക് ഗിൽറ്റി they had to hand him over to king's court to be punished properly.
അപ്പോൾ ഹെൻറി സെക്കൻഡ് അല്പം കൂടി നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെൻറി പറഞ്ഞൊരു കാര്യം നോക്കുക, ഒരു ക്ലറിക്ക് ഏതെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ചർച്ച് കോർട്ട് കണ്ടെത്തിയാൽ ആ കണ്ടെത്തിയ കുറ്റം സഹിതം അയാളെ കിങ് കോർട്ടിലേക്ക് അയക്കുക, ശിക്ഷ അവിടെ വെച്ച് തീരുമാനിക്കും. കാരണം ഇവിടെ നിന്ന് ശിക്ഷ കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ ശിക്ഷ ഉടായ്പ ശിക്ഷയാണ്. വളരെ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും പെനൽറ്റി അടപ്പിച്ചിട്ട് അവർ വെറുതെ വിടും. ഇവിടേക്ക് വന്നാൽ ശരിക്കും നിയമം നടപ്പിലാവും. അപ്പോൾ കിങ് പറയുന്നത്, നിങ്ങളിവിടെ കേസ് പരിഗണിച്ചോളൂ, പക്ഷേ അയാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തുക, അത്രമാത്രം ചെയ്താൽ മതി. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കണ്ടെത്തുക, കണ്ടെത്തിയ ആളെ ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുക, ശിക്ഷ എന്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളൂ. അത് മാത്രമേ ഹെൻറി പറഞ്ഞുള്ളൂ. പക്ഷെ അത് അംഗീകരിക്കാൻ സഭ തയ്യാറായില്ല. കാരണം സഭയുടെ അധികാരത്തിലേക്ക് ഹെൻറി കടന്നുകയറ്റം നടത്തി എന്നുള്ള ചിന്ത ക്രിസ്ത്യാനിറ്റിക്ക് വന്നു, അല്ലെങ്കിൽ സഭയ്ക്ക് വന്നു. അതുകൊണ്ട് ചർച്ച അതിനെ എതിർത്തു. തോമസ് ബെക്കറ്റ്, ദി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റംബററി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി തോമസ് ബെക്കറ്റ്, കാൻറ്റംബററി, refused to sign the constitution of Clarendon. This provoked Henry II and he summoned a great council at Northampton in 1164 to discuss the matter. തോമസ് ബെക്കറ്റ് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനൊരു പുതിയ നിയമമൊന്നും ആരും ഇവിടെ ഉണ്ടാക്കണ്ട, ഞങ്ങളിവിടെ സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സഭയുടെ ആർച്ച് ബിഷപ്പ് ഉണ്ട്, എനിക്ക് മുകളിൽ പോപ്പുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സഭയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളാം, നിങ്ങൾ വലിയ പണിയെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് സൈൻ ചെയ്യാനായിട്ട് കൂട്ടാക്കിയില്ല, നിയമമാക്കാനായിട്ട് അംഗീകാരം കൊടുത്തില്ല. അതിൻ്റെ ദേഷ്യത്തിന് ഹെൻറി സെക്കൻഡ് എന്ത് ചെയ്തു? ഹെൻറി പോയിട്ട് ഒരു ഗ്രേറ്റ് കൗൺസിൽ വിളിച്ചു കൂട്ടി. ഗ്രേറ്റ് കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിനെ വിളിച്ചു കൂട്ടി. ആ പാർലമെൻറ്റിൽ അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 1164 തന്നെ, സെയിം ഇയറിൽ തന്നെ ഗ്രേറ്റ് കൗൺസിൽ കൂടി. കൗൺസില് കണ്ടുപിടിച്ചത് തോമസ് ബെക്കറ്റ് തെറ്റ് ചെയ്തു. കാരണം രാജാവ് ഉണ്ടാക്കിയ ഒരു നിയമത്തെ അംഗീകരിക്കാനുള്ള ബാധ്യത അവിടുത്തെ കാൻറ്റംബററി ആർച്ച് ബിഷപ്പിനുണ്ട്. എന്നിട്ടും ആളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ചെയ്തെങ്കിൽ തോമസ് ബെക്കറ്റ് ചെയ്തത് തെറ്റ് തന്നെയാണ്, അദ്ദേഹത്തിന് ജയിലിലടയ്ക്കണം എന്നുള്ള ആവശ്യം ഗ്രേറ്റ് കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു. The council found Becket had committed great crime against the state and demanded to punish guilty to treason. Hearing this news, Thomas Becket escaped to France. കേട്ട വഴിക്ക് തോമസ് ബെക്കറ്റ് ഉള്ള ജീവനും കൊണ്ട് എസ്കേപ്പ് ചെയ്തു. ഇനി ഇവിടെ നിന്ന പണിയാന്ന് തോമസ് ബെക്കറ്റിന് ഉറപ്പായി. കാരണം ഗ്രേറ്റ് കൗൺസിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. രാജാവ് മാത്രമല്ല, രാജാവിൻ്റെ കൂടെയുള്ള പാർലമെൻറ്റിലെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ട് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. തോമസ് ബെക്കറ്റ് രാജ്യദ്രോഹത്തിന് തുല്യമായിട്ടുള്ള കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ നിന്നിട്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ നോക്കിയാൽ വിവരം അറിയുന്നു മനസ്സിലായപ്പോൾ തോമസ് ബെക്കറ്റ് നേരെ എസ്കേപ്പ് ചെയ്ത് ഫ്രാൻസിലേക്ക് ഓടി രക്ഷപ്പെട്ടു. But Pope interfered in the issue and threatened to excommunicate Henry. Finally, in 1170, Becket was allowed to return back to England. ആ നേരത്താണ് തോമസ് ബെക്കറ്റ് ഓടി രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഫ്രാൻസിൽ പോയി ഒളിച്ചിരിക്കുമ്പോഴാണ് പോപ്പ് രംഗപ്രവേശനം ചെയ്യുന്നത്. പോപ്പ് നേരെ വന്നിട്ട് ഹെൻറിയോടൊരു കാര്യം പറഞ്ഞു, ചെക്ക വല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ട, ഇനി നീ എന്തെങ്കിലും ചെയ്താൽ നിന്നെ പിടിച്ച് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളയും. എക്സ്കമ്മ്യൂണിക്കേറ്റ് മീൻസ് സഭയിൽ നിന്നും പുറത്താക്കും. സഭയിൽ നിന്നൊരാളെ പുറത്താക്കി എന്ന് പോപ്പ് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ പിന്നെ ആ രാജ്യം ഭരിക്കാൻ അർഹനല്ല എന്നാണ്. കാരണം പോപ്പാണല്ലോ കിരീടധാരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. പോപ്പില്ലാത്ത സാഹചര്യങ്ങളിൽ കാൻറ്റംബററി ആർച്ച് ബിഷപ്പ് അതിന് കോർണേഷന് സാക്ഷ്യം വഹിക്കും. അങ്ങനെ പോപ്പിൻ്റെയും ബിഷപ്പിൻ്റെയും ഒക്കെ അംഗീകാരത്തോടു കൂടി അധികാരത്തിൽ വരുന്ന രാജാവിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുറത്താക്കിയാൽ
പിന്നെ ആ രാജാവിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഉണ്ടാവില്ല. കാരണം ഇംഗ്ലണ്ടിലെ ജനങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വഴിമാറി. അപ്പം ഇനി രാജാവിന് മാത്രം വേറൊരു മതത്തിലേക്കോ അല്ലെങ്കിൽ ഈ മതത്തിന് പുറത്തു നിന്നിട്ടോ ഇവരെ ഭരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പോപ്പ് ത്രട്ടൺ ചെയ്തപ്പോൾ, പേടിപ്പിച്ചപ്പോൾ ഹെൻറി സെക്കൻഡിന് വേറെ ഒരു വഴിയില്ലാണ്ടായി. അയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ തോമസ് ബക്കറ്റ് തിരിച്ചു വന്നോട്ടെ, ഫ്രാൻസിൽ നിന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്നോട്ടെ. അങ്ങനെ 1170 റിട്ടേൺ ടു ഇംഗ്ലണ്ട്, തോമസ് ബക്കറ്റ് ഇംഗ്ലണ്ടിലെത്തി. This event created much setback to the power and prestige of Henry II. പക്ഷെ ഹെൻറി സെക്കൻഡിന് അതൊരു ക്ഷീണമായി. കാരണം ഞാൻ ഇത്രയും നല്ലൊരു കാര്യം പുതിയത് കൊണ്ടുവന്നിട്ട് അത് അംഗീകരിച്ചില്ല, അതിൻ്റെ പേരിൽ ഓടി രക്ഷപ്പെട്ട ആളെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ വരുത്തിക്കേണ്ടി വന്നു. ആർച്ച് ബിഷപ്പായിട്ട് തന്നെ തിരിച്ചു വരണേ. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കുറ്റബോധം ഹെൻറി സെക്കൻഡിനുണ്ടായി. Back in England, Becket excommunicated 3 bishops who supported Henry. ബക്കറ്റ് തിരിച്ചു വന്നിട്ട് മിണ്ടാണ്ടിരിക്കല്ല. തോമസ് ബക്കറ്റ് ഓടി രക്ഷപ്പെട്ട ആള് തിരിച്ച് ആർച്ച് ബിഷപ്പായിട്ട് വന്ന വഴിക്ക് ആദ്യം ചെയ്തത് ഹെൻറി സെക്കൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന 3 ബിഷപ്പുമാരുണ്ടായിരുന്നു. ആ 3 എണ്ണത്തിനെയും പിടിച്ച് സഭയിൽ നിന്ന് പുറത്താക്കി. അപ്പം പിന്നെ അവരുടെ ബിഷപ്പ് പദവി പോയില്ലോ. ഇത് ഹെൻറി സെക്കൻഡിന് വല്ലാത്ത ക്ഷീണമായി. കാരണം ഒരു നിലയ്ക്ക് രക്ഷപ്പെട്ട് ഓടിയ തോമസ് ബക്കറ്റിനെ പോപ്പ് ഇടപെട്ടിട്ട് തിരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും ബക്കറ്റ് കാട്ടിക്കൂടുന്ന ഓരോ അക്രമങ്ങളാണ്. ഓൺ ഹിയറിംഗ് ഓഫ് ദി എക്സ്കമ്മ്യൂണിക്കേഷൻസ് ഹെൻറി ഷൗട്ടഡ്, വിൽ നോ വൺ റിഡ് മീ ഓഫ് ദിസ് ട്രബുലന്റ് പ്രീസ്റ്റ്. ഹി ഓർഡേർഡ് ദി അറസ്റ്റ് ഓഫ് തോമസ് ബക്കറ്റ്. തോമസ് ബക്കറ്റിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂന്ന് ഇദ്ദേഹം ഓർഡർ ഇട്ടു. ആര്? ഹെൻറി സെക്കൻഡ്. കാരണം ഹെൻറിക്ക് ഇത് സഹിക്കാൻ പറ്റണില്ല. താൻ പറഞ്ഞ നിയമം പാസ്സാക്കാൻ അനുവദിക്കാതെ നിന്ന കാൻറ്റംബററി ആർച്ച് ബിഷപ്പിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്താക്കാൻ പറഞ്ഞ് ഗ്രേറ്റ് കൗൺസിൽ അംഗീകാരം തന്ന ഒരു വ്യക്തിയെ ഓടി രക്ഷപ്പെട്ടു പോയിട്ട് പോപ്പ് വഴി ത്രട്ടൺ ചെയ്ത് തിരിച്ച് ഇംഗ്ലണ്ടിൽ വന്നിട്ട് പിന്നെയും ഹെൻറിക്ക് എതിരായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിർബന്ധമായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഫോഴ്സിനെ അദ്ദേഹത്തിൻ്റെ കത്തീഡ്രൽ പള്ളിയിലേക്ക് അയച്ചു. ഹെൻറീസ് സോൾജിയേഴ്സ് റഷ്ഡ് ടു കാൻറ്റംബററി ആൻഡ് മർഡേർഡ് ബക്കറ്റ് അറ്റ് ദി ആൾട്ടർ ഓഫ് ദി കത്തീഡ്രൽ ഓൺ 29th December 1170. വല്ലാത്തൊരു സംഭവം നടന്നു. ഹെൻറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഹെൻറിയുടെ സോൾജിയേഴ്സ് അവിടെ പോയി. കാൻറ്റംബററി ആർച്ച് ബിഷപ്പ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കാൻറ്റംബററി ചർച്ചിൻ്റെ അൾത്താരയിൽ നിന്ന് കുർബാന ചൊല്ലിയായിരുന്നു. ആ അൾത്താരയിൽ വെച്ച് തന്നെ കാൻറ്റംബററി ആർച്ച് ബിഷപ്പിനെ മർഡർ, കൊന്നുകളഞ്ഞു. അത് വല്ലാത്തൊരു തിരിച്ചടിയായി. ഹെൻറി പോലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയായി. ഹെൻറി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രമേ പറഞ്ഞുള്ളൂ അയാളെ. പക്ഷെ ഇവരെ സോൾജിയേഴ്സ് പോയിട്ട് അയാളെ അൾത്താരയിൽ വെച്ച് കൊല്ലുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അൾത്താര എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ശവകുടീരമാണ്, ടോംബാണ്. ആ ടോംബിൽ നിൽക്കുന്ന വൈദികനെ അവിടെ വെച്ച് തന്നെ കൊന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ മൊത്തം ക്രിസ്ത്യൻസിൻ്റെ വികാരത്തെ ഇളക്കി വിടുകയും എല്ലാവരും ഹെൻറിക്ക് എതിരാവുകയും ചെയ്തു. തോമസ് ബക്കറ്റ് മരിച്ചു, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ അതുവരെ കൂടെ നിന്ന ജനങ്ങളും ഗ്രേറ്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവരും ഹെൻറിക്ക് എതിരായിട്ട് തിരിയാനായിട്ട് ഈ ഇൻസിഡൻറ്റ് കാരണമായി. ബക്കറ്റ് അറ്റ് ദി ആൾട്ടർ ഓഫ് ദി കത്തീഡ്രൽ ഓൺ 29th December 1170. The murder forever equips the legacy of Henry II. ഈ ഒരൊറ്റ സംഭവത്തോടു കൂടി അതുവരെ ഉണ്ടായിരുന്ന ഹെൻറി സെക്കൻഡ് എന്ന് പറയുന്ന രാജാവിൻ്റെ പ്രഭ മുഴുവൻ ഒരു ആവരണം വന്ന് മൂടിയ പോലെ മൂടിയിടാനായിട്ട് ഈ ഇഷ്യൂ കാരണമായി. He was forced to make great shows of repentance and sorrows for the murder of Archbishop. അദ്ദേഹം വേഗം, ആൾക്ക് കുറ്റബോധമുണ്ട്. കാരണം ആൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നു.
അദ്ദേഹമായ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ. സോൾജിയേഴ്സാണ് തെറ്റ് ചെയ്തത്. പക്ഷെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി. ഇനി പിടിച്ചു നിൽക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിരുപാധികം മാപ്പ് പറയാ സഭയുടെ മുൻപിൽ, ജനങ്ങളുടെ മുൻപിൽ. അദ്ദേഹം അതിനു വേണ്ട എല്ലാ നടപടികളും വേഗം തന്നെ സ്വീകരിച്ചു. ഹിസ് പ്ലാൻ ഫോർ റെസ്ട്രിക്റ്റിംഗ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ചർച്ച് കോർട്ട് വാസ് അബാൻഡൻഡ്. അദ്ദേഹം ചർച്ച് കോർട്ടിനെ നിയന്ത്രിക്കാനാണ് തുടക്കം ഇട്ടത്. ആ പരിപാടി തന്നെ അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. കാരണം ഇവിടെ ആർച്ച് ബിഷപ്പ് മരിച്ചു കിടക്കുക, അതിൻ്റെ തലവേദന വരാൻ പോകണല്ലോ. അപ്പോഴേക്കും ഇനി ചർച്ചിനെതിരെ എന്തെങ്കിലും ചെയ്താൽ ജനങ്ങൾ ഒന്നടങ്കം ഹെൻറിക്കെതിരാവും. അത് അയാൾക്കും നന്നായിട്ട് അറിയാം. തോമസ് ബക്കറ്റ് വാസ് മെയ്ഡ് ആസ് എ സെയിന്റ് by the Pope and pilgrims flocked from all over England and Europe to pray at his tomb. സഭയ്ക്ക് വേണ്ടി ധീരമായിട്ടുള്ള പോരാട്ടം നടത്തി അൾത്താരയിൽ മരിച്ചു വീണ തോമസ് ബക്കറ്റിനെ പിന്നീട് പോപ്പ് വിശുദ്ധനാക്കി ഉയർത്തി, സെയിൻറ്റ് തോമസ് ബക്കറ്റാക്കി. അദ്ദേഹത്തിൻ്റെ ശവകുടീരമായിട്ടുള്ള കാൻറ്റംബററി ചർച്ച് കത്തീഡ്രല് പിന്നീട് വലിയൊരു പിൽഗ്രിമേജ് സെൻ്ററായിട്ട് മാറി, തീർത്ഥാടന കേന്ദ്രം. ഒരുപാട് ജനങ്ങൾ വർഷാവർഷം വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി പോകുന്ന സ്ഥലമായി. എന്തുകൊണ്ടാണ് സെയിൻ്റായി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു മാർട്ടിയറാണ്, രക്തസാക്ഷിയാണ്. സഭയ്ക്ക് വേണ്ടി ധീരമായി പോരാടി പോപ്പിൻ്റെ അംഗീകാരത്തോടു കൂടി ഹെൻറി സെക്കൻഡിനെ എതിർത്ത് നിന്ന് സ്വയം മരണം വരിച്ച ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു വൈദികൻ. അദ്ദേഹത്തെ സഭ സെയിൻ്റാക്കി വാഴ്ത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഇദ്ദേഹം സെയിൻ്റായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ശവകുടീരമായിട്ടുള്ള കാൻറ്റംബററി കത്തീഡ്രൽ വളരെ പോപ്പുലർ ആവാനായിട്ട് തുടങ്ങി. ഇൻ ഷോർട്ട്, ഡ്യൂറിങ് ദ മിഡിൽ ഏജസ് ദ റോമൻ കാത്തലിക് ചർച്ച് പ്ലേഡ് എ സെൻട്രൽ റോൾ ഇൻ ദി ലൈഫ്സ് ഓഫ് പീപ്പിൾ ആൻഡ് മൊണാക്സ് ഇൻ ഇംഗ്ലണ്ട്. അതോടുകൂടി വീണ്ടും ചർച്ചിന് പഴയ പ്രാധാന്യം ജനങ്ങൾക്കിടയിലും മൊണാക്സിൻ്റെ ഇടയിലും തിരിച്ചു കിട്ടാനായിട്ടത് കാരണമായി തീർന്നു. മോർ ദാൻ ജസ്റ്റ് എ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ചർച്ച് അക്വയർഡ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് പവർ. ഒരു റിലീജിയസ് മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു സാമ്പത്തിക സ്രോതസ്സായിട്ടും ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി തീരുമാനങ്ങളിൽ അവസാന വാക്കായിട്ട് മാറാനും ചർച്ചിനെ ഇത് സഹായിച്ചു. അതാണ് കിങ് ആൻഡ് ദി ചർച്ച് എന്നുള്ള ടോപ്പിക്കിൽ ഹെൻറി സെക്കൻഡും തോമസ് ബക്കറ്റും തമ്മിലുള്ള തർക്കവും അതിനെ തുടർന്ന് തോമസ് ബക്കറ്റിൻ്റെ മരണവും അദ്ദേഹം സെയിൻ്റായിട്ട് മാറുന്നതും പിന്നീടത് സഭയ്ക്ക് തന്നെ വലിയ നേട്ടമുണ്ടാക്കാനായിട്ട് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ചർച്ച് മെക്കാനിസവും തോമസ് ബക്കറ്റ് ആൻഡ് ദി ഹെൻറി സെക്കൻഡ് ചർച്ച് വേഴ്സസ് മൊണാക്സ് എന്നുള്ള ഭാഗവുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കുക. ഇനി അടുത്ത രാജാവിൻ്റെ പ്രശ്നം സഭയുമായിട്ടല്ല ജനങ്ങളുമായിട്ട് തന്നെയാണ്. അതിനെ ജനങ്ങൾ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അവർ നേടിയെടുക്കുന്നു. നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള വിഷയമാണ് കിങ് ജോൺ ആൻഡ് ദ മാഗ്ന കാർട്ട. 1215 ഒപ്പുവെച്ച മാഗ്ന കാർട്ടയും മാഗ്ന കാർട്ട എന്താണെന്നും മാഗ്ന കാർട്ട വന്നതോടുകൂടി ഇംഗ്ലണ്ടിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.